ഹലോ ഫ്രണ്ട്സ്, കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് കൊടുത്തുവിടാൻ പറ്റിയ എഗ്ഗ് ബുർജി തയ്യാറാക്കാം. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണിത്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇടുക. 2 ഏലയ്ക്കയും 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും മതി. അത് ചൂടായി വരുമ്പോൾ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ച 4 വല്യുള്ളി ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഉള്ളി വഴറ്റുക. ഉള്ളി ഒന്ന് നല്ലപോലെ വാടി വരണം. അതിനുശേഷം 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചതും 4 പച്ചമുളകും കറിവേപ്പിലയിട്ട് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കുക. അതിലേക്ക് 7 മുട്ട പൊട്ടിച്ചതും ഒഴിക്കുക. വറ്റൽ മുളക് ചതച്ചതും ചേർക്കുക. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടിക്ക് പെട്ടെന്ന് പിടിക്കും, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആവശ്യമില്ല. വളരെ ടേസ്റ്റിയായ എഗ്ഗ് ബുർജി റെഡിയായി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഈവനിങ് സ്നാക്കായും ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വെജിറ്റബിൾ തീയൽ തയ്യാറാക്കാം. 3 വഴുതന, 2 തക്കാളി, 5 വെണ്ട, 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഒരു കഷ്ണം വല്യുള്ളി. ഇതെല്ലാം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് വെജിറ്റബിൾ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിക്കുക. വഴുതനയും വെണ്ടയും പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പും ഇടുക. വെജിറ്റബിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അരമുറി തേങ്ങ ചിരകിയതിലേക്ക് 1/2 സ്പൂൺ നല്ല ജീരകവും 1/2 സ്പൂൺ പെരിഞ്ജീരകവും 2 വറ്റൽ മുളകും കറിവേപ്പിലയും 4 അല്ലി വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും ചെറിയുള്ളിയും എല്ലാം കൂടെ നല്ലപോലെ വറുക്കുക. വാളൻപുളി പിഴിഞ്ഞൊഴിച്ചതാണത്. ബ്രൗൺ കളർ ആകുന്നത് വരെ തേങ്ങ വറുക്കണം. എന്നിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കുക. അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് കറി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇതുവരെ ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ മറന്നു പോവാതെ ചെയ്യണേ. ഇനി നമുക്ക് തീയൽ വറുത്തെടുക്കാം.
കറി തൂമിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് തൂമിച്ച് കറിയിലേക്ക് ഒഴിക്കാം.